So, today we are going to learn about some basic important questions in Module 5. Okay. So, Module 5, we നോക്കിയത് ഈ intermediate code generation part ആണ്. അതായത് 3 address code എന്താണ്, പിന്നെ graphical representations, DAG, syntax tree, ഇതൊക്കെയാണ് നമ്മൾ നോക്കിയത്. So, നമുക്ക് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഫസ്റ്റ് ടോപ്പിക് നമുക്ക് നോക്കണം, റൺ ടൈം എൻവയോൺമെന്റ്, then storage organization, storage allocation strategies. ഈ 3 ടോപ്പിക്കുമാണ് ഇന്ന് നോക്കേണ്ടത്. സോ എന്താണ് റൺ ടൈം എൻവയോൺമെന്റ്? ഓക്കെ, സോ ഈ ഒരു പോർഷനിന് സാധാരണ സ്റ്റോറേജ് അലോക്കേഷൻ സ്ട്രാറ്റജീസ് എന്നൊരു ടോപ്പിക് മാത്രമേ വരാറുള്ളൂ. ഇത് കംപ്ലീറ്റ്ലി തിയറി കൺസെപ്റ്റ് ആണ്. സോ റൺ ടൈം എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ, if you want to execute a program, whatever the infrastructure or whatever softwares, whatever environment are, we are ready and we became, we are facilitating to run a program. We are facilitating to run a program. നമ്മുടെ ഒരു പ്രോഗ്രാം റൺ ചെയ്യാൻ വേണ്ടി ആ ഉള്ള ഒരു എൻവയോൺമെന്റില് എന്തൊക്കെ ഉണ്ടോ, മേ ബി സോഫ്റ്റ്വെയർ ലൈബ്രറീസ്, environment variables, memory location. So whatever we need for the running or execution of a program, so that all things are compiled to called as runtime environment. Okay, by the word itself you can understand whatever we need for the running time, so that are included as a whole, that can be called as runtime environment. So storage organization. So namukku oru program, we are having a main program, and inside a main program sometimes there may be a function. So program function. So sometimes function can be called as procedure or subroutine. Okay, there are a lot of difference in function and subroutine that we didn't discuss here. But anyway, you know that what is function. A small piece of code which has written for a particular purpose, right? So, നമുക്ക് repeat ആയിട്ട് run ചെയ്യേണ്ട ഒരു കോഡിനെ നമ്മൾ ഒരു ചെറിയ പാർട്ടായിട്ട്, ഒരു ചെറിയ ബ്ലോക്ക് ആയിട്ട് എഴുതി വെക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതൊരു മെയിൻ പ്രോഗ്രാമിനകത്ത് ഉണ്ടാവും. ഒരു മെയിൻ പ്രോഗ്രാമും ഉണ്ടാവും, ചിലപ്പോൾ ഒരു ഫംഗ്ഷനും ഉണ്ടാവും. സോ മെയിൻ പ്രോഗ്രാം ഫംഗ്ഷനെ കോൾ ചെയ്യാണ് അല്ലെ? അപ്പൊ ആ മെയിൻ പ്രോഗ്രാമിനെ വിളിക്കുന്ന പേരാണ് കോളർ. മെയിൻ പ്രോഗ്രാം ആരെയാണ് കോൾ ചെയ്യുന്നത്? പ്രൊസീജറിനെ അല്ലെങ്കിൽ ഫംഗ്ഷനെ, അല്ലെ? മെയിൻ പ്രോഗ്രാം ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. അതുകൊണ്ട് മെയിൻ പ്രോഗ്രാമിനെ എന്തെന്ന് വിളിക്കുന്നു? കോളർ എന്ന് വിളിക്കുന്നു. ഇനി ആരെയാണോ കോൾ ചെയ്യുന്നത് അതിനെ എന്ത് വിളിക്കുന്നു? കോളി എന്ന് വിളിക്കുന്നു. So you have to remember these two terms. Caller means who is calling. Calling means to whom. ആരെയാണ് വിളിക്കുന്നത് അയാളെയാണ് കോൾ ചെയ്യുന്നത്. So here the main program is a caller and the procedure is a caller. ഇനി ആ പ്രൊസീജറിനകത്ത് വീണ്ടും ഒരു പ്രൊസീജറിനെ വിളിക്കുകയാണെങ്കിൽ the first procedure can be called as caller and the second procedure can be called as callee. Okay, so നമുക്കറിയാം എല്ലാ പ്രോഗ്രാമിനും എന്തുണ്ടാവും? ഒരു സ്റ്റാർട്ടിംഗ് അഡ്രസ് ഉണ്ടാവും, ഒരു എൻഡിങ് അഡ്രസ് ഉണ്ടാവും. നിങ്ങൾ സിസ്റ്റം സോഫ്റ്റ്വെയർ അസംബ്ലർ ഒക്കെ പഠിച്ചപ്പോൾ സ്റ്റാർട്ടിംഗ് അഡ്രസ്സും ആ സ്റ്റാർട്ടിംഗ് അഡ്രസ്സിലേക്കാണ് നമ്മൾ ലോഡ് ചെയ്യുന്നതും എന്നൊക്കെ പഠിച്ചതാണ്. അപ്പൊ എങ്ങനെയാണ് ഒരു പ്രോഗ്രാം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എന്നുള്ളതാണ്. അപ്പോ നമുക്ക് രണ്ട് കാര്യങ്ങൾ നോക്കാനുണ്ട്. ഒരു മെമ്മറി ലൊക്കേഷൻ എടുത്താൽ, ഒരു മെമ്മറി ലൊക്കേഷനില് നമ്മൾ ഹോൾ മെമ്മറിയെ നമുക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം. ഒന്ന് കോഡ് ഏരിയ, നെക്സ്റ്റ് സ്റ്റാറ്റിക് ഡേറ്റ ഏരിയ, സ്റ്റാക്ക് ഏരിയ, ദെൻ ഫ്രീ മെമ്മറി, then heap area. Okay, അതായത് നമ്മളിപ്പോ ഒരു പ്രോഗ്രാം സേവ് ചെയ്യാൻ വേണ്ടി
ഒരു പർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷൻ നമ്മൾ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കാം. ആ മെമ്മറി ലൊക്കേഷനെ ലോജിക്കലി, നോട്ട് ഫിസിക്കലി, ലോജിക്കലി ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് പാർട്ട് കോഡ് പാർട്ട്. കോഡ് പാർട്ട് എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ പ്രോഗ്രാമിനകത്തുള്ള കോഡ്, അതായത് ലൈൻസ് ഓഫ് കോഡിനെ സ്റ്റോർ ചെയ്ത് വെക്കും. ഇനി ഈ പ്രോഗ്രാമിനകത്ത് certain static data is there, right? അതായത് ഈ കോഡ് ഏരിയയിൽ നമ്മൾ എക്സിക്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഈ കോഡ് ഏരിയയിൽ സ്റ്റോർ ചെയ്യുന്നത് കമ്പൈൽ ടൈമിൽ നമുക്ക് എക്സിക്യൂട്ടബിൾ ആയിട്ട് അറിയാവുന്ന ഇൻസ്ട്രക്ഷൻസിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് ഇവിടെ കോഡ് ഏരിയയിൽ. നെക്സ്റ്റ് സ്റ്റാറ്റിക് ഡേറ്റ. ഫോർ എക്സാമ്പിൾ നമുക്ക് കമ്പൈൽ ടൈമിൽ തന്നെ അറിയാം int a equal to 10. സോ എയുടെ വാല്യൂ 10 ആണ്, അത് സ്റ്റാറ്റിക് ആണ് അല്ലെ? ദാറ്റ് ഈസ് ഡിറ്റർമിൻഡ് ഇൻ ദ കമ്പൈൽ ടൈം ഇറ്റ്സെൽഫ്. സോ അങ്ങനത്തെ ഡേറ്റയാണ് നമ്മൾ സ്റ്റാറ്റിക് ഡേറ്റ എന്ന് പറയുന്ന പാർട്ടിൽ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അടുത്തൊരു ഏരിയ നമ്മൾ വിളിക്കുന്ന പേര് സ്റ്റാക്ക് എന്നാണ്. സ്റ്റാക്ക് എന്തിനാ യൂസ് ചെയ്യുന്നത്? റൺ ടൈമിൽ നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്ന മെമ്മറി ലൊക്കേഷൻ അല്ലെങ്കിൽ റൺ ടൈമിൽ അലോക്കേറ്റ് ചെയ്യുന്ന ഡേറ്റയെ സ്റ്റോർ ചെയ്യാനാണ് സ്റ്റാക്ക് ഉപയോഗിക്കുന്നത്. പിന്നെ കുറച്ച് ഫ്രീ സ്പേസ് നമ്മൾ വിട്ടിരിക്കും. എന്തിനു വേണ്ടിയാന്ന് വെച്ചാൽ ഇവിടെ എവിടെയെങ്കിലും കൂടുതൽ സ്പേസ് ആവശ്യം വന്നാൽ ഈ ഫ്രീ സ്പേസിന് എടുക്കാം. ഇപ്പൊ കോഡ് ഏരിയയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതല്ലാതെ കൂടുതൽ എക്സിക്യൂട്ടബിൾ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടെങ്കിൽ ദാറ്റ് കോഡ് ഏരിയ ക്യാൻ ടേക്ക് ദ സ്പേസ് ഫ്രം ദ ഫ്രീ. അതുപോലെ സ്റ്റാക്കിന് അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഡേറ്റ സ്റ്റോർ ചെയ്യാനുള്ള ഏരിയക്ക്. അപ്പൊ അതിന് എന്തിനെങ്കിലും കൂടുതൽ മെമ്മറി വേണമെങ്കിൽ എവിടെ നിന്ന് എടുക്കാം? ഫ്രീ സ്പേസിൽ നിന്ന് എടുക്കാം. പിന്നെ ഹീപ്പ് എന്തിനാ യൂസ് ചെയ്യുന്നത്? വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സ്റ്റാക്ക് യൂസ് ചെയ്യുന്നത് റൺ ടൈമിൽ മെമ്മറി അലോക്കേറ്റ് ചെയ്യാനാണ്. റൺ ടൈമിൽ മെമ്മറി അലോക്കേറ്റ് ചെയ്യാൻ. ഹീപ്പ് എന്തിനാ അലോക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡൈനമിക്കലി ചേഞ്ച് ചെയ്യുന്ന മെമ്മറി ലൊക്കേഷൻ. ഇപ്പൊ MLOക്ക് വെച്ചിട്ടൊക്കെ നിങ്ങൾ എന്തെങ്കിലും മെമ്മറി ഇപ്പൊ സിയിൽ നമ്മൾ MLOക്ക് വെച്ചിട്ടൊക്കെ എഴുതാറുണ്ട്, മെമ്മറി അലോക്കേഷൻ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുന്ന വേരിയബിൾസിന്റെ ഡേറ്റ സ്റ്റോർ ചെയ്യാനാണ് ഹീപ്പ് സ്പേസ് ഉപയോഗിക്കുന്നത്. അപ്പൊ എന്താണ് ഇതൊന്ന് ക്ലിയർ ആയി മനസ്സിലാക്കുക. നമ്മള് when we want to store a program in a memory, how we will organize that memory location for a program. ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാമിന് വേണ്ടി ഒരു മെമ്മറി ലൊക്കേഷനെ നമ്മൾ എങ്ങനെ ഓർഗനൈസ് ചെയ്യും? നിങ്ങളുടെ കയ്യില് ഇപ്പൊ ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ ആ പ്രോഗ്രാമിനെ ഒരു മെമ്മറി ലൊക്കേഷൻ സ്റ്റോർ ചെയ്യുന്നത് ഇങ്ങനെ പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്താണ്. ഫസ്റ്റ് എക്സിക്യൂട്ടബിൾ ഇൻസ്ട്രക്ഷൻസിനെ കോഡ് ഏരിയയിൽ സ്റ്റോർ ചെയ്യും. ദെൻ അതിൽ നിന്ന് സ്റ്റാറ്റിക് ഡേറ്റ മാത്രം എടുത്ത് സ്റ്റാറ്റിക് ഡേറ്റ ഏരിയയിൽ സ്റ്റോർ ചെയ്യും. റൺ ടൈമിൽ എടുക്കുന്ന സ്റ്റോർ ചെയ്യുന്ന ഡേറ്റയെ സ്റ്റാക്ക് ഏരിയയിൽ സ്റ്റോർ ചെയ്യും. ഡൈനമിക്കലി അലോക്കേറ്റ് ചെയ്യുന്ന MLOക്ക് ഉപയോഗിച്ചിട്ട് അലോക്കേറ്റ് ചെയ്യുന്ന ഡേറ്റയെ ഹീപ്പ് ഏരിയയിൽ സ്റ്റോർ ചെയ്യും. ഈ സ്റ്റാക്ക് ഏരിയയിൽ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. അതിന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആക്ടിവേഷൻ റെക്കോർഡ്സ് പഠിക്കും. അത് ഞാൻ പറയാം. സോ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഗേറ്റ് എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒരു കാര്യം, ആക്ടിവേഷൻ റെക്കോർഡ്സ് ആർ സ്റ്റോർഡ് ഇൻ സ്റ്റാക്ക് ഏരിയ. ആക്ടിവേഷൻ റെക്കോർഡ്, വാട്ട് യു മീൻ ബൈ ആക്ടിവേഷൻ റെക്കോർഡ്? എല്ലാ പ്രോഗ്രാമിനും, എല്ലാ ഫംഗ്ഷനും, ഇൻ എവറി പ്രൊസീജർ, if you are writing a procedure, every procedure or every function is having an activation record. ഒരു ഫംഗ്ഷന് എന്തുണ്ടാവും? ഒരു ആക്ടിവേഷൻ റെക്കോർഡ് ഉണ്ടാവും. ഓർത്ത് വെക്കുക, ആക്ടിവേഷൻ റെക്കോർഡ് ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആക്ടിവേഷൻ റെക്കോർഡ് എന്താകാം? ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആകാം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആക്ടിവേഷൻ അത് ഇമ്പോർട്ടന്റ് ആണ്. സോ ഓരോ സബ് റൂട്ടീനും എന്തുണ്ടാകാം, അല്ലെങ്കിൽ ഓരോ പ്രൊസീജറിനും ഓരോ ഫംഗ്ഷനും എന്തുണ്ടാവാം? ആക്ടിവേഷൻ റെക്കോർഡ് ഉണ്ടാകാം. ഈ ആക്ടിവേഷൻ റെക്കോർഡ് എന്ന് പറയുന്നത് ഒരു സ്റ്റാക്ക് സ്ട്രക്ചർ ആണ്. നമ്മൾ അതിനെ കൺട്രോൾ സ്റ്റാക്ക് എന്ന് വിളിക്കും. ഒരു സ്റ്റാക്ക് സ്ട്രക്ചർ ആണ്. സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ ടോപ്പിൽ ഇരിക്കുന്നത് പോപ്പ് ചെയ്യാൻ പറ്റും. ആദ്യം ഇഫ് ഓർഡർ ആണ് അല്ലെ?
ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഏറ്റവും അവസാനം നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നതായിരിക്കും ആദ്യം നമ്മൾ പോപ്പ് ചെയ്യുന്നത്. അപ്പൊ അതാണ് ലിഫോ ഓർഡറിലെ ഡേറ്റ ആക്സസ് ചെയ്യാൻ പറ്റുന്ന, പുഷ് ചെയ്യാൻ പറ്റുന്ന, പോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രക്ചർ ആണ് സ്റ്റാക്ക്. അപ്പൊ അതാണ് ഒരു ആക്ടിവേഷൻ റെക്കോർഡിന്റെ സ്ട്രക്ചർ. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതാണ് എന്റെ മെയിൻ പ്രോഗ്രാം. എനിക്കൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. എക്സാമ്പിൾ ഇല്ലേ, സോറി, ഞാൻ ഓക്കെ, ആക്ടിവേഷൻ റെക്കോർഡ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരിക്കൽ കൂടെ പറയും, പക്ഷെ അപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം. ഇവിടെ നോക്കൂ, ഇതൊരു മെയിൻ പ്രോഗ്രാം ആണ്. മെയിൻ പ്രോഗ്രാം ഈ മെയിൻ പ്രോഗ്രാമിനകത്ത് ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്യാണ്. ഓക്കെ, സോ ഈ ഫംഗ്ഷൻ ഒരു ബോഡി ഉണ്ടാവുമല്ലോ, ഓക്കെ. സോ ഫംഗ്ഷന്റെ പ്രോട്ടോടൈപ്പ് നമ്മൾ എവിടെ എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, സോ ദിസ് ഇസ് ഫംഗ്ഷൻ, ദിസ് ഇസ് മെയിൻ പ്രോഗ്രാം. അപ്പോ ഈ ഫംഗ്ഷന് നമ്മൾ എന്താ പറയാ, ഇതിനെ ആക്ച്വൽ പാരാമീറ്റർ എന്ന് പറയും. എന്ത് പറയും? ആക്ച്വൽ പാരാമീറ്റർ എന്ന് പറയും. എക്സിനെ എന്ത് പറയും? ഫോർമൽ പാരാമീറ്റർ എന്ന് പറയും, അല്ലെ? ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. മെയിൻ പ്രോഗ്രാമിലെ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത് ആക്ച്വൽ പാരാമീറ്ററും ഫംഗ്ഷൻ ഡെഫിനിഷനിൽ ഉപയോഗിക്കുന്നത് എന്താണ്? ഫോർമൽ പാരാമീറ്ററും ആണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എഴുതും, അല്ലെ? ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എഴുതും. സോ ഈ റിട്ടേൺ സ്റ്റേറ്റ്മെന്റിൽ ഒരു വാല്യൂ നമ്മൾ ഇവിടെ റിട്ടേൺ ചെയ്യുന്നുണ്ടാവും, ഇല്ലേ? അപ്പൊ അങ്ങനെ പിന്നെ നമ്മളൊരു പ്രോഗ്രാം ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ലൈൻ ബൈ ലൈൻ റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരിടത്തെത്തുമ്പോ ഒരു ഫംഗ്ഷൻ കാണുകയാണ്. അപ്പൊ ഉടൻ തന്നെ കൺട്രോൾ എങ്ങോട്ട് പോകും? ആ ഫംഗ്ഷനിലേക്ക് പോകും. ആ ഫംഗ്ഷൻ മുഴുവൻ എക്സിക്യൂട്ട് ചെയ്തിട്ട് തിരിച്ച് എവിടെയാണോ നിർത്തിയത് അവിടേക്ക് വരും. ഇതല്ലേ സംഭവിക്കുക? ഇതല്ലേ നോർമലി സംഭവിക്കുന്നത്? അപ്പൊ ഇതൊക്കെ നമുക്കൊരു ഫംഗ്ഷനെ സംബന്ധിച്ച് ബേസിക് ആയിട്ട് അറിയുന്ന കാര്യമാണ്. സോ വാട്ട് എവർ ഇൻഫർമേഷൻ വി ഹാവ് ഡിസ്കസ്ഡ് ടിൽ നൗ, ദാറ്റ് ഷുഡ് ബി സേവ്ഡ് ഇൻ എ ആക്ടിവേഷൻ റെക്കോർഡ്. So every function have a activation record. Every procedure is having activation record. Whatever information we have to store for a procedure, that should be saved in activation record. That should be stored in activation record. ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് ആ ആക്ടിവേഷൻ റെക്കോർഡ് എന്താവും? ആക്ടിവേറ്റ് ആവും. ആ ഫംഗ്ഷൻ കോൾ ചെയ്ത് തിരിച്ച് മെയിൻ പ്രോഗ്രാമിലേക്ക് കൺട്രോൾ വരുമ്പോൾ ആ ആക്ടിവേഷൻ റെക്കോർഡ് എന്താവും? ഡീആക്ടിവേറ്റ് ആവും. അപ്പൊ ഈ ആക്ടിവേഷൻ റെക്കോർഡിന്റെ ഒരു കണ്ടന്റ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, പക്ഷെ അത് ഡിഫറെന്റ് ഫോർ ഡിഫറെന്റ് ലാംഗ്വേജസ്. പല ലാംഗ്വേജസിനും പലതാണ്. ഞാൻ ഇത് C എന്ന ലാംഗ്വേജിന്റെ ആക്ടിവേഷൻ റെക്കോർഡിന്റെ ഒരു ഫോർമാറ്റ് ആണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ആദ്യം ആക്ടിവേഷൻ റെക്കോർഡിന്റെ ഏറ്റവും മുകളിൽ ഇരിക്കുന്നത് റിട്ടേൺ വാല്യൂ ആണ്, ടോപ്പിൽ ഇരിക്കുന്നത് റിട്ടേൺ വാല്യൂ ആണ്. കാരണം നമുക്ക് ആദ്യം വേണ്ടത് എന്ത് തന്നെയാണ്? റിട്ടേൺ വാല്യൂ ആണ്. ഒരു പ്രൊസീജിയറിനെ സംബന്ധിച്ച് മെയിൻ ഫംഗ്ഷൻ ആദ്യം വേണ്ടത് എന്താണ്? വാട്ട് എവർ ദ വാല്യൂ റിട്ടേൺഡ് ഫ്രം ദ പ്രൊസീജിയർ, that is necessary for the main program. റിട്ടേൺ വാല്യൂ. രണ്ടാമത് ഇരിക്കുന്ന എന്താണ്? ആക്ച്വൽ പാരാമീറ്റേഴ്സ്. ഓക്കെ, then ഓപ്ഷണൽ കൺട്രോൾ ലിങ്ക്, ഓപ്ഷണൽ ആക്സസ് ലിങ്ക്. ഇത് രണ്ടും ഓപ്ഷണൽ ആണ്. ബട്ട് കൺട്രോൾ ആൻഡ് ആക്സസ് ലിങ്ക് എന്ന് പറഞ്ഞാൽ, കൺട്രോൾ ലിങ്ക് എന്ന് പറഞ്ഞാൽ എവിടെ വെച്ചാണോ മെയിൻ പ്രോഗ്രാമിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് ഇതിലേക്ക് വന്നത്, മെയിൻ ഫംഗ്ഷനിലേക്ക് വന്നത്, ആ അഡ്രസ് ആണ് കൺട്രോൾ ലിങ്ക്. ആക്സസ് ലിങ്ക് എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ തുടങ്ങിയ അഡ്രസ് ആണ് ആക്സസ് ലിങ്ക്. ദെൻ മെഷീൻ സ്റ്റാറ്റസ്, സക്സസ് ഓർ അബോർട്ട്, അതായത് ഈ ഫംഗ്ഷൻ സക്സസ് ആയി എക്സിക്യൂട്ട് ആയോ അല്ലെങ്കിൽ അബോർട്ട് ആയോ എന്നുള്ളതാണ് ആ സ്റ്റാറ്റസ്. പിന്നെ ലോക്കൽ ഡേറ്റ, അതായത് ഫംഗ്ഷൻ അകത്തുള്ള ഡേറ്റ, ഫംഗ്ഷൻ അകത്ത് മാത്രം സ്കോപ്പ് ഉള്ള ഡേറ്റ, പിന്നെ എന്തെങ്കിലും ടെമ്പററി വാല്യൂ ഉണ്ടെങ്കിൽ അത്. ഇതാണ് ആക്ടിവേഷൻ റെക്കോർഡിന്റെ ഒരു ഫീച്ചേഴ്സ്.
ഇത് ചിലപ്പോൾ ഇനി അടുത്തൊരു ആക്ടിവേഷൻ റെക്കോർഡ് നോക്കുമ്പോൾ അത് ഡിഫറെന്റ് ആയിരിക്കും. ഡിഫറെന്റ് പാരാമീറ്റേഴ്സ് ആയിരിക്കും ആക്ടിവേഷൻ റെക്കോർഡ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ തൽക്കാലം ഇങ്ങനെ മനസ്സിലാക്കുക, ആക്ടിവേഷൻ റെക്കോർഡ് ഈസ് എ റെക്കോർഡ് വെയർ വി വിൽ സ്റ്റോർ ഓൾ ദ ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ ഫംഗ്ഷൻ ഓർ പ്രൊസീജിയർ. ക്ലിയർ? സോ നമ്മൾ ഈ ഒരു സ്റ്റോറേജ് ഓർഗനൈസേഷൻ മെത്തേഡ് മനസ്സിലാക്കിയിട്ട് ഇനി നമുക്ക് എങ്ങനെയെല്ലാം മെമ്മറി അലോക്കേറ്റ് ചെയ്യാം. ഒരു ഫംഗ്ഷന് വേണ്ടി, ഒരു പ്രോഗ്രാമിന് വേണ്ടി എങ്ങനെയൊക്കെ മെമ്മറി അലോക്കേറ്റ് ചെയ്യാം. നമുക്കറിയാം 2 രീതിയിലാണ് മെമ്മറി അലോക്കേറ്റ് ചെയ്യാൻ പറ്റുക. ഒന്ന് കമ്പൈൽ ടൈമില്, മറ്റൊന്ന് റൺ ടൈമില്. സോ നമ്മൾ സാധാരണ ഒരു ഡിക്ലറേഷൻ ഇന്റ് എ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതുന്നത് എന്താണ്? സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ ആണ്. ബിക്കോസ് ബിഫോർ സ്റ്റാർട്ടിങ് എക്സിക്യൂഷൻ വി ആർ telling to the system we need this much memory for the allocation. So that is static memory allocation. അവിടെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സംടൈംസ് മെമ്മറി വേസ്റ്റേജ് ഉണ്ടാകാം, സംടൈംസ് മെമ്മറി എന്താ പറയാ മെമ്മറി അണ്ടർഫ്ലോ ഉണ്ടാകാം. So there are a lot of problems. Static allocation, positives as well as negatives നമുക്ക് ഡിസ്കസ് ചെയ്യാം. Then റൺ ടൈമിൽ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത് 2 രീതിയിൽ ചെയ്യാം. ഒന്ന് സ്റ്റാക്ക് ഉപയോഗിച്ച് ചെയ്യാം, that is called stack allocation. ഹീപ്പ് ഉപയോഗിച്ച് ചെയ്യാം, that is called heap allocation. Clear? So we can allocate memory in 2 different ways. One is compile time, one in run time. Compile time le allocate ചെയ്യുന്നതിനെ static allocation എന്ന് പറയും, that is constant allocation. But run time le we can allocate memory using 2 different ways. One is using stack and other one is using heap. Okay. So static allocation. Static allocation ൽ നമുക്ക് കൂടുതലൊന്നും പഠിക്കാനില്ല. ജസ്റ്റ് നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങളാണ്. Whatever identifiers are present. For int a, b, c, equal to 10, 20, 40. For a, b, c, 3 memory locations. They are integer data type where we have to store 10, 20, 30 respectively. So we know that content at the compile time itself. So there is no need of bindings at the runtime. Okay. അപ്പൊ നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ തന്നെ ഫംഗ്ഷൻ വർക്ക് ചെയ്യും, ബിക്കോസ് ഫംഗ്ഷൻ ഉള്ള മെമ്മറി നമ്മൾ ഓൾറെഡി ഇത് ചെയ്തു. സോ there is no need of activation record ഇല്ല. സോ നമുക്ക് ടാർഗറ്റ് കോഡ് അതായത് ഇപ്പോ നമ്മൾ സ്റ്റാറ്റിക് അലോക്കേഷൻ ചെയ്തതുകൊണ്ട് എവിടെ മുതലാണ് എവിടം വരെയാണ് പ്രോഗ്രാം ഇരിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് ബിഫോർ എക്സിക്യൂഷൻ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ. സോ അതാണ് സ്റ്റാറ്റിക് അലോക്കേഷൻ. പക്ഷേ സ്റ്റാറ്റിക് അലോക്കേഷനിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഡേറ്റ സ്ട്രക്ചേഴ്സ് നമുക്ക് ഡൈനാമിക്കലി ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഒരു ഡേറ്റയുടെ സൈസ് നമ്മൾ അറിഞ്ഞിരിക്കണം, എത്ര വേണമെന്നുള്ളത് നമ്മൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പൊ അതൊക്കെ ഇതിന്റെ ലിമിറ്റേഷൻ ആണ്. സോ നമ്മൾ വരുന്നത് സ്റ്റാക്ക് അലോക്കേഷൻ. സ്റ്റാക്ക് അലോക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സ്റ്റാക്ക് അലോക്കേഷൻ നമ്മൾ ചെയ്യുന്നത് ആക്ടിവേഷൻ റെക്കോർഡ് ഉപയോഗിച്ചിട്ടാണ്. സോ ഈ ഓരോ ഫംഗ്ഷന്റെയും ആക്ടിവേഷൻ റെക്കോർഡ് സ്റ്റാക്കിൽ നമ്മൾ പുഷ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ ഒരു പ്രൊസീജിയർ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ, അതായത് മെയിൻ പ്രോഗ്രാം, ഇഫ് എ മെയിൻ പ്രോഗ്രാം കോളിംഗ് എ പെർട്ടിക്കുലർ പ്രൊസീജിയർ, then that activation record of that particular procedure will be popped from the stack. Clear? So if a main program is calling a procedure, then the activation record of a particular procedure will be popped from the stack. Okay. So ഇവിടെ നോക്കൂ, ഇവിടെ സബ് റൂട്ടീൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഫംഗ്ഷൻ ആണ്, ഫംഗ്ഷൻ തന്നെയാണ്. സോ മെയിൻ പ്രോഗ്രാം കോൾ ചെയ്തിരിക്കുന്ന സബ് റൂട്ടീൻ ആണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ മെയിൻ പ്രോഗ്രാം കോൾ ചെയ്ത സബ് റൂട്ടീൻ എന്താണ്? എ ആണ്. ഓക്കെ. എക്ക് അകത്തിരിക്കുന്ന സബ് റൂട്ടീൻ ആണ് ബി, ബിക്ക് അകത്തിരിക്കുന്ന സബ് റൂട്ടീൻ ആണ് സി. നിങ്ങൾക്ക് കാണാം, ബി assume here a subroutine A has been called by the main program and then it calls the subroutine B. Subroutine B subsequently calls C when it turn calls D at any given time. അപ്പോ
എക്കകത്ത് ബി, ബിക്കകത്ത് സി, സിക്കകത്ത് ടി. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പൊ ഏറ്റവും ആദ്യം കോൾ ചെയ്യപ്പെടുന്നത് ഏതായിരിക്കും? ഡി ആയിരിക്കും അല്ലെ. അപ്പൊ മെയിൻ പ്രോഗ്രാം ഉണ്ട്, മെയിൻ പ്രോഗ്രാമിനകത്ത് നമ്മൾ എ കോൾ ചെയ്യുന്നു, then എ ഉണ്ട്. അപ്പൊ നമ്മള് ഇങ്ങോട്ട് പോവാണ് അല്ലെ, നമ്മുടെ കൺട്രോൾ. അപ്പൊ എക്കകത്ത് വീണ്ടും ആരെ കോൾ ചെയ്യുന്നു? ബിയെ കോൾ ചെയ്യുന്നു. ഓക്കെ, സോ അപ്പൊ നമ്മുടെ കൺട്രോൾ സ്വാഭാവികമായിട്ട് എങ്ങോട്ട് പോവാണ്? ബിയിലേക്ക് പോവാണ്. അപ്പൊ ബിക്കകത്ത് ഏത് ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു? സി എന്ന ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. അപ്പൊ നമ്മുടെ കൺട്രോൾ എങ്ങോട്ട് പോവാണ്? സിയിലേക്ക് പോവാണ്. സിക്കകത്ത് ആരെ കോൾ ചെയ്യുന്നു? ഡിയെ കോൾ ചെയ്യുന്നു. അപ്പോ ഓക്കെ, അപ്പൊ ആദ്യം എക്സിക്യൂട്ട് ആവുന്ന ഏതാണ്? ഡി ആണ് അല്ലെ. അപ്പൊ അതാണ് എവിടെ ഇരിക്കുന്നത്? സ്റ്റാക്കിന്റെ ടോപ്പിൽ ഇരിക്കുന്നത്. ക്ലിയർ? ഇവിടെ ഇരിക്കുന്നത് എന്താണ്? സബ് റൂട്ടീൻ ആണോ? സബ് റൂട്ടീന്റെ ആക്ടിവേഷൻ റെക്കോർഡാണ്. ക്ലിയർ ആവണം. ഈ ഫംഗ്ഷന്റെ ആക്ടിവേഷൻ റെക്കോർഡാണ്. അതിനൊരു എക്സാമ്പിൾ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ഫംഗ്ഷൻ സിയുടെ ആക്ടിവേഷൻ റെക്കോർഡാണ് ഇരിക്കുന്നത്. കണ്ടോ? ഇപ്പൊ ഇവിടെ ഇത് അഡ എന്ന ലാംഗ്വേജിന്റെ, അഡ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ സ്ട്രക്ചർ ആണ്. ഞാനിത് S7 ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്തതാണ്. അഡ എന്ന ലാംഗ്വേജിന്റെ ഒരു സ്ട്രക്ചർ ആണ്. അപ്പൊ അവിടെ ആക്ടിവേഷൻ റെക്കോർഡ് ചേഞ്ച് ആയി, ആക്ടിവേഷൻ റെക്കോർഡിന്റെ പാരാമീറ്റേഴ്സ് ചേഞ്ച് ആയി. But even though that contain all the information regarding that function, clear? So here the activation record of function D will be popped first. Clear ആണോ? സോ ഇതാണ് ഒരു സ്റ്റാക്ക് ലേഔട്ട് എന്ന് പറയുന്നത്. ഈ ഒരു ഫിഗർ നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി, ഒരുപാട് കൺഫ്യൂഷൻ വേണ്ട. എന്തായാലും സ്റ്റോറേജ് അലോക്കേഷൻ ചോദിച്ചാൽ ഈ സ്റ്റാക്ക് അലോക്കേഷൻ ആണ് ഒരു ഫിഗർ വെച്ച് റെപ്രസെന്റ് ചെയ്യേണ്ടത്. ആൻഡ് ഇഫ് ദേ ആർ ആസ്കിംഗ് സ്റ്റാക്ക് അലോക്കേഷൻ ഓൺലി, then you can use this. സോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. സ്റ്റോറേജ് കൺസ്യൂംഡ് ബൈ പാരാമീറ്റേഴ്സ് ആൻഡ് ലോക്കൽ വേരിയബിൾസ് ക്യാൻ ഇൻ മോസ്റ്റ് ലാംഗ്വേജസ് ബി അലോക്കേറ്റഡ് ഓൺ എ സ്റ്റാക്ക്. Then ഇവിടെ ഞാൻ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, when a subroutine returns, its frame is popped from the stack. So സ്റ്റാക്ക് ലേഔട്ടില് നമ്മൾ എന്തൊക്കെയാണ് വെച്ചിരിക്കുന്നത്? ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് SP എന്ന്, ഇവിടെ ഈ ഫിഗറില് SP എന്ന് പറയുന്നത് സ്റ്റാക്ക് ടോപ്പ് ആണ്, FP എന്ന് പറയുന്നത് ഫ്രെയിം ടോപ്പ്. സോ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് ലിങ്ക്സ്, അതായത് ഈ ഞാൻ പറഞ്ഞത് കണ്ടോ, ഇവിടെ കാണുന്നുണ്ടോ നിങ്ങൾ? ഈ ഒരു സ്ട്രക്ചർ നോക്കി. എ എന്ന് പറയുന്ന പ്രൊസീജിയറിനകത്തിരിക്കുന്ന രണ്ടെണ്ണമാണ് ബിയും ഇയും. ബിക്കകത്തിരിക്കുന്നതാണ് സിയും ഡിയും. ഇത് വേറൊരു എക്സാമ്പിൾ. എ എന്ന ഫംഗ്ഷനകത്ത് ബി എന്നും ഇ എന്നും ഉള്ള രണ്ട് ഫംഗ്ഷൻ, ബി എന്ന ഫംഗ്ഷനകത്ത് സി എന്നും ഡി എന്നും ഉള്ള രണ്ട് ഫംഗ്ഷൻ. അപ്പോ എങ്ങനെയാണ് കോളിംഗ് നടക്കുന്നതെന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ നോക്കൂ, within B, C, D, all 5 routines are visible. Okay. So ഇവിടെ നോക്കൂ, സിയിൽ നിന്ന്, അതായത് ഇപ്പോ എയിൽ നിന്നാണ് ബിയും ഇയും കോൾ ചെയ്യുന്നത് അല്ലെ. അതുപോലെ ബിയിൽ നിന്നാണ് സിയും ഡിയും കോൾ ചെയ്യുന്നത്. ഇവിടെയാണെങ്കിലോ സിയിൽ നിന്ന് ഡി, ഡിയിൽ നിന്ന് ബി, ബിയിൽ നിന്ന് ഇ, ഇയിൽ നിന്ന് എ. സോ സ്റ്റാറ്റിക്കലി നമുക്ക്, അതായത് സ്റ്റാറ്റിക് ലിങ്ക് എന്ന് പറഞ്ഞാൽ each stack frame contains a reference to the frame of the lexically surrounding subroutine. അതായത് സിയിൽ നിന്ന് ബിയിലേക്കാണ് വരേണ്ടത്, ബിക്കോസ് സിയുടെ പാരന്റ് പ്രൊസീജിയർ ബി ആണ്. ഇത് സ്റ്റാറ്റിക്കലി ഡിറ്റർമിൻഡ് അറ്റ് ദ കമ്പൈൽ ടൈം. സോ സിയുടെ റിട്ടേണിംഗ് എങ്ങോട്ട് മാത്രമായിരിക്കും? ബിയിലേക്ക് മാത്രമായിരിക്കും. അങ്ങനെ അല്ലേ? നമ്മൾ ബി എന്ന മെയിൻ പ്രോഗ്രാമിൽ നിന്ന് കോൾ ചെയ്താൽ സി അത് എക്സിക്യൂഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ സി എങ്ങോട്ട് തന്നെയാണ് റിട്ടേൺ ചെയ്യേണ്ടത്? ബിയിലേക്ക് തന്നെയാണ് റിട്ടേൺ ചെയ്യുന്നത് അല്ലെ. അത് സ്റ്റാറ്റിക്കലി ഡിറ്റർമിൻഡ് അറ്റ് ദ കമ്പൈൽ ടൈം. അതുപോലെ എയുടെ അകത്തുള്ള രണ്ട് പ്രൊസീജിയേഴ്സ് ആണ് ബിയും ഇയും. അപ്പൊ ബി റിട്ടേൺ ചെയ്യേണ്ടതും ഇ റിട്ടേൺ ചെയ്യേണ്ടതും എങ്ങോട്ടേക്കാണ്? എയിലേക്കാണ്, because they are statically determined.
അതുകൊണ്ടാണ് അതിനെ എന്തെന്ന് വിളിക്കുന്നത്? സ്റ്റാറ്റിക് ലിങ്ക്സ് എന്ന് വിളിക്കുന്നത്. പക്ഷേ if the dynamic links also possible. Dynamic links also possible. Dynamic links means they can determine return address dynamically at runtime. They can determine the runtime address dynamically. അപ്പോൾ സിക്ക് അകത്ത് സി എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ സ്റ്റാറ്റിക് ആയിട്ട് അതിൽ അസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന റിട്ടേൺ അഡ്രസ് ബിയിലേക്കാണെങ്കിലും റൺ ടൈമിൽ അതിനെ ഡിസൈഡ് ചെയ്യാം അതിന്റെ റിട്ടേൺ അഡ്രസ് ഡിയിലേക്ക് വേണമെങ്കിലും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഡൈനമിക്കലി ചേഞ്ച് ചെയ്യാം റിട്ടേൺ അഡ്രസ്. ഒന്നും ഫിക്സ്ഡ് അല്ല. it can be changed. Clear? So again ഒരു ആക്ടിവേഷൻ റെക്കോർഡിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇതും നിങ്ങൾ നോക്കുക. ആക്ടിവേഷൻ റെക്കോർഡ് is used to store all related information for the execution of a subroutine. For a function. ഫംഗ്ഷന്റെ ആവശ്യത്തിന് വേണ്ട എല്ലാ ഇൻഫർമേഷനും സ്റ്റോർ ചെയ്യുന്നതാണ് ആക്ടിവേഷൻ റെക്കോർഡ്. ഇനി നമുക്ക് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് കോളിംഗ് സീക്വൻസ് എന്താണ് എന്നാണ്. ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഹീപ്പിലും ഉള്ളത്. ഹീപ്പും ഇതേ ഫിഗർ ആണ്. ഹീപ്പിന് ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഹീപ്പ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോകണ്ട. സോ കോളിംഗ് സീക്വൻസ്, അതായത് ഞാൻ പറഞ്ഞു കോളർ കോളി എന്ന് പറയുന്ന രണ്ട് കൺസെപ്റ്റ് ഞാൻ പറഞ്ഞു, കോളർ ആൻഡ് കോളി. സോ നമ്മൾ ഒരു കോളർ, അതായത് ഒരു മെയിൻ പ്രോഗ്രാം ഒരു പ്രൊസീജിയറിനെ കോൾ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? What are the steps a main program and procedure should do for the implementation or for the execution? ആദ്യം എന്ത് ചെയ്യണം? ആക്ടിവേഷൻ റെക്കോർഡ് സെറ്റപ്പ് ചെയ്യണം. Then compute the parameters and pass the parameters. എന്നിട്ട് എന്ത് ചെയ്യണം? പാരാമീറ്റേഴ്സ് കമ്പ്യൂട്ട് ചെയ്യണം, എന്നിട്ട് പാസ് ചെയ്യണം. Then return address സേവ് ചെയ്യണം. റിട്ടേൺ അഡ്രസ് സേവ് ചെയ്യണം എന്ന് പറഞ്ഞാൽ if they are changing the execution control from the main program to function, then they have to store that particular address. Then only it can retain. ഇപ്പോ ഇങ്ങനെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ ഒരു പോയിന്റിൽ എത്തിയപ്പോൾ ഫംഗ്ഷൻ കണ്ടു. അപ്പൊ ഫംഗ്ഷനിലേക്ക് പോവാണ്. തിരിച്ച് ഫംഗ്ഷനിലേക്ക് വരണമെങ്കിൽ ഈ അഡ്രസ് എന്ത് ചെയ്യണം? സ്റ്റോർ ചെയ്ത് വെക്കണ്ടേ? അപ്പൊ അതാണ് പറയുന്നത് റിട്ടേൺ അഡ്രസ് സേവ് ചെയ്യണം. അതുപോലെ ഇതുവരെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്ന വാല്യൂകൾ ഒന്നും നഷ്ടപ്പെടാൻ പാടില്ല. സോ വി ഹാവ് ടു സേവ് ദ രജിസ്റ്റേഴ്സ്. അതുപോലെ നമ്മള് ഇതിന്റെ ആക്ടിവേഷൻ റെക്കോർഡ് സ്റ്റാക്കിലേക്ക് പോകാൻ പോവല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? ആ സ്റ്റാക്കിന്റെ പോയിന്റേഴ്സ് എല്ലാം ചേഞ്ച് ചെയ്യണം. ദെൻ PC പ്രോഗ്രാം കൗണ്ടർ ചേഞ്ച് ചെയ്യണം. പ്രോഗ്രാം കൗണ്ടർ ഒക്കെ നിങ്ങൾ COA പഠിച്ചിട്ടുണ്ടാവും. The address of next instruction to be executed. അടുത്ത് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് സ്റ്റോർ ചെയ്യുന്ന രജിസ്റ്റർ ആണ് എന്ത്? PC. എന്നിട്ട് ഇനിഷ്യലൈസേഷൻ കോഡ് എക്സിക്യൂട്ട് ചെയ്യണം. int a = 10 ആണെങ്കിൽ അതൊരു ഇനിഷ്യലൈസേഷൻ കോഡ് ആണല്ലോ. അതായത് മെമ്മറിയിലെ വാല്യൂ സ്റ്റോർ ചെയ്യണ്ടേ? അതാണ് ഇനിഷ്യലൈസേഷൻ കോഡ്. അത് എക്സിക്യൂട്ട് ചെയ്യണം. ദെൻ സബ്റൂട്ടീൻ എക്സിക്യൂട്ട് ചെയ്ത ശേഷം സബ്റൂട്ടീൻ ഫ്രെയിം, അതായത് ആക്ടിവേഷൻ റെക്കോർഡ് റിമൂവ് ചെയ്യണം. റിട്ടേൺ റിസൾട്ട് ഫംഗ്ഷൻ വാല്യൂ ആയിട്ട് പാസ് ചെയ്യണം. സ്റ്റാക്ക് ഫ്രെയിം ഡീഅലോക്കേറ്റ് ചെയ്യണം. സേവ്ഡ് രജിസ്റ്റേഴ്സും PCയും എന്ത് ചെയ്യണം? റീസ്റ്റോർ ചെയ്യണം. സോ ദിസ് ഈസ് കോളിംഗ് സീക്വൻസ്. സോ ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കുക. സ്റ്റാക്ക് അലോക്കേഷൻ ചോദിച്ചാലും മെമ്മറി അലോക്കേഷൻ ചോദിച്ചാലും, മെമ്മറി അലോക്കേഷൻ 3 തരത്തിൽ ചെയ്യാം. സ്റ്റാറ്റിക്, റൺ ടൈം, കമ്പൈൽ ടൈം ആൻഡ് റൺ ടൈം. കമ്പൈൽ ടൈമിനെയാണ് സ്റ്റാറ്റിക് അലോക്കേഷൻ എന്ന് വിളിക്കുന്നത്. റൺ ടൈം 2 രീതിയിൽ ചെയ്യാം. സ്റ്റാക്ക് വെച്ചിട്ടും ചെയ്യാം, ഹീപ്പ് വെച്ചിട്ടും ചെയ്യാം. സ്റ്റാക്ക് വെച്ച് ചെയ്യുമ്പോഴായാലും ഹീപ്പ് വെച്ച് ചെയ്യുമ്പോഴായാലും ശ്രദ്ധിക്കേണ്ട ഒരു കോളിംഗ് സീക്വൻസ് ആണ് പറയുന്നത്. ആദ്യം ആക്ടിവേഷൻ റെക്കോർഡ് സെറ്റപ്പ് ചെയ്യണം. ദെൻ കമ്പ്യൂട്ട് ചെയ്യണം പാരാമീറ്റേഴ്സ്. റിട്ടേൺ അഡ്രസ് സേവ് ചെയ്യണം. രജിസ്റ്റേഴ്സ്, അതുവരെ ചെയ്തു വെച്ചിരിക്കുന്ന വാല്യൂസ് സ്റ്റോർ ചെയ്യാനുള്ള രജിസ്റ്റേഴ്സ് സേവ് ചെയ്യണം. ദെൻ സ്റ്റാക്കിനെ ചേഞ്ച് ചെയ്യണം. PC പ്രോഗ്രാം കൗണ്ടർ വാല്യൂ ചേഞ്ച് ചെയ്യണം. അതുപോലെ if there is any initialization code in the program, then that has to be executed. Then subroutine execute ചെയ്യണം. എക്സിക്യൂട്ട് ചെയ്തിട്ട് ആക്ടിവേഷൻ റെക്കോർഡ് റിമൂവ് ചെയ്യണം. റിസൾട്ട് റിട്ടേൺ ചെയ്യണം. ഡീഅലോക്കേറ്റ് ചെയ്യണം സ്റ്റാക്ക്.
പിന്നെ വീണ്ടും റിട്ടേൺ അഡ്രസ്സിലേക്ക് വന്നിട്ട് നമ്മുടെ രജിസ്റ്റർ ഒക്കെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് റീസ്റ്റോർ ചെയ്തെടുക്കണം. ഇത്രയുമാണ് കോളിംഗ് സീക്വൻസ് എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് വ്യത്യാസമായിട്ട് ഹീപ്പ് അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും എടുത്തു പറഞ്ഞ ഒരു കാര്യമുണ്ട്. സ്റ്റാക്ക് അലോക്കേഷനിൽ ആക്ടിവേഷൻ റെക്കോർഡ് ഫംഗ്ഷന്റെ കോളിംഗ് കഴിഞ്ഞാൽ, അതിന്റെ എക്സിക്യൂഷൻ കഴിഞ്ഞാൽ ഉടൻ ആക്ടിവേഷൻ റെക്കോർഡ് നമ്മൾ എന്ത് ചെയ്യും? ഡി അലോക്കേറ്റ് ചെയ്യും എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഹീപ്പ് അലോക്കേഷനിൽ അങ്ങനെ ചെയ്യില്ല. ഹീപ്പ് അലോക്കേഷനിൽ ആക്ടിവേഷൻ റെക്കോർഡ് കണ്ടിന്യൂസ് പീരീഡ് ഓഫ് ടൈം അതിനെ റിമെയിൻ ചെയ്യും. കണ്ടിന്യൂസ് പീരീഡ് ഓഫ് ടൈം ഹീപ്പ് അലോക്കേഷനിൽ എന്ത് ചെയ്യും? അതിനെ റിമെയിൻ ചെയ്യും, സസ്റ്റെയിൻ ചെയ്യും. അത്ര മാത്രമാണ് ഹീപ്പ് അലോക്കേഷനിലുള്ള വ്യത്യാസം. അപ്പൊ ഇത്രയാണ് സ്റ്റോറേജ് അലോക്കേഷൻ സ്ട്രാറ്റജീസ്. അപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കേണ്ടത് കോളിംഗ് സീക്വൻസ് പഠിക്കണം, സ്റ്റാക്ക് അലോക്കേഷന്റെ ഒരു ലേ ഔട്ട് പഠിക്കണം, പിന്നെ നമ്മുടെ ആക്ടിവേഷൻ റെക്കോർഡ് എന്താന്നുള്ളതും, പിന്നെ ഇത്രയാണ് ഈ ഒരു ടോപ്പിക്കിൽ ഉള്ളത്. സോ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം.